മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ വർഷത്തിലെ ദിവസമാണ് അറഫയുടെ ദിവസം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതിനാലാ ഈ ദിക്ർ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ദിക്ർ പറയാൻ ഖുർആൻ പാരായണത്തിനും പരിശ്രമം എല്ലാം ചെയ്യണം. ഈ ദിക്ർ മാത്രമല്ല, അന്നത്തെ ദിവസം നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നത്തെ നോമ്പിന്റെ പ്രതിഫലം എന്താ? ഇപ്പൊ ചോദിക്കും, ഉസ്താദ് അവിടെ അങ്ങനല്ലേ, ഇവിടെ അങ്ങനല്ലേ? അവിടെ അറഫാ ദിവസത്തിലല്ലേ നമ്മളൊക്കെ നോമ്പ് പിടിക്കേണ്ടത്? ഇവിടെ നമുക്ക് പിറ്റേ ദിവസമല്ലേ? പിറ്റേ ദിവസമായപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നത്തെ ദിവസത്തിന്റെ നോമ്പിന്റെ പ്രതിഫലം എന്താ? ഹദീസ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിയാമു യൗമ അറഫ അഹ്തസിബ അലല്ലാഹ് അയ്യുകഫിറു സനതല്ലതി ഖബലഹു വസനതല്ലതി ബഅദഹു. മഹാനായ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അറഫാ ദിനത്തിലെ നോമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കെ പറ, നബിയിന റസൂലുള്ളാഹി. എന്തേ പറഞ്ഞ്? അറഫാ ദിവസത്തിലെ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ചെയ്ത ഒരു വർഷത്തെ പാപം പൊറുക്കപ്പെടും. ഇനി പൊറുക്കപ്പെടുന്നതോ വരാനിരിക്കുന്ന ഒരു വർഷം. അപ്പൊ ഇതിനകത്തൊരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമുണ്ട്. അറഫാ ദിവസം നോമ്പ് പിടിക്കാൻ ഭാഗ്യം കിട്ടുന്നവൻ ചിന്തിച്ചോണം, ഒരു വർഷം കൂടെ അവന് ദീർഘായുസുണ്ടെന്ന്. ഒരു വർഷം കൂടെ എന്തേ പറ, ഈ നോമ്പ് പിടിച്ചവന്റെ അടുത്ത ഒരു വർഷത്തെ പാവം പൊറുക്കൂലേ? അപ്പൊ അടുത്ത വർഷം ജീവിച്ചിരിക്കുന്നവനല്ലേ ഇത് പിടിക്കാൻ ഭാഗ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ കൂടെ ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അറഫാ ദിനത്തിലെ നോമ്പ് കൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണ് ഈ നോമ്പിന്റെ പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ദിവസവും ദുൽഹജ്ജിന്റെ ദിനങ്ങൾ 9 വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് പിടിച്ചതായി പല ഹദീസുകൾ കാണാം. പല മഹത്തുക്കളും നമുക്ക് ഇത് പഠിപ്പിച്ചു തരുന്നുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ദിനങ്ങളിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു. ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം കിട്ടുന്ന അമലുകളെ കുറിച്ച് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ ദിവസത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് കുറെ നാളുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നു, ഉസ്താദ് നബി പറഞ്ഞ കഥ എന്താ? ഇൻഷാ അല്ലാഹ് നാളെ ആയുസ് ഉണ്ടെങ്കിൽ നബി പറഞ്ഞ കഥ തന്നെ പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് ചിരിക്കണേ, നാളെ നീളെ മനുഷ്യനല്ലേപ്പാ, ഇവിടെ വരുമ്പോഴാ ഓർമ്മ വരിക. ഇൻഷാ അല്ലാഹ് എന്തായാലും നാളെ നമുക്ക് ഓർക്കാൻ കേട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം വല്ലാത്ത വിശാലമുള്ളതാണ്. നമ്മുടെയൊക്കെ ആഗ്രഹമാണ് സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിന് ഒരുപാട് കവാടങ്ങളില്ലേ? ഉണ്ടോ? ഈ പള്ളിക്ക് തന്നെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 വാതിൽ ഇതിന് തന്നെ ഉണ്ട്. സ്വർഗത്തിന് എത്ര കവാടമുണ്ട്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ സ്വർഗത്തിന് ഒരുപാട് വാതിലുകളുണ്ടെന്ന്. ജന്നാത്തി അദ്നിന മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പുകളുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ സ്വർഗത്തിന് വാതിലുണ്ടെന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കാം. ഖുർആനിന്റെ മറ്റൊരു ഭാഗം നോക്ക്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ
فتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടും. അങ്ങനെ അതിന്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെട്ട നിലയിൽ അവർ അതിനകത്തുകൂടെ കടന്നു പോകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. സ്വർഗത്തിന് കവാടമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പിന്നെയും പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗം നോക്ക്, ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽ الملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മലക്കുകൾ സലാം പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് സലാം പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയാണ്. ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും അദാ വമന സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. പടച്ചവനെ, മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, അല്ലാഹുവിന്റെ മലക്കുകൾ സലാം പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് അതാ സ്വർഗത്തിലേക്ക് ജനങ്ങളെ ആനയിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ കവാടങ്ങളെ കുറിച്ച് ഖുർആൻ പറയുമ്പോ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്നാ. സ്വർഗത്തിന് കവാടമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വിശുദ്ധമായ റമളാൻ കടന്നു വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറക്കുകയാ. സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം. ഈ മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് സത്യം, സ്വർഗത്തിന്റെ വാതിലിൽ കട്ടിലകൾക്കിടയിലുള്ള ദൂരം മക്കയുടെയും ഹിറായുടെയും അല്ലെങ്കിൽ മക്കയുടെയും ബുസ്രയുടെയും ഇടയിലുള്ള ദൂരമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന് കവാടങ്ങളുണ്ട്. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. നമ്മൾ റമളാൻ മാസം വരുമ്പോൾ പറയും, റമളാൻ വരുമ്പോൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓരോ കവാടങ്ങളുടെ ഇടയിലുള്ള ദൂരം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മക്കയുടെയും ബുസ്രയുടെയും ഇടയിൽ എത്രയോ കിലോമീറ്ററുകൾ ദൂരം, എത്രയോ ദിവസങ്ങളോളം സഞ്ചരിക്കുന്ന ദൂരത്തോളം ഓരോ വാതിലിന്റെ ഇടയിലുള്ള അകൽച്ചയുണ്ടെന്ന് നബിയിന റസൂലുള്ളാഹി. മഹാനായ ഉത്ബ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, സ്വർഗത്തിലെ രണ്ട് വാതിൽ കട്ടിലുകൾക്കിടയിലുള്ള ദൂരം. കട്ടിലെന്ന് പറഞ്ഞാൽ എന്താ ഇരിക്കപ്പ ഇപ്പൊ കട്ടള, അതായിരിക്കും. രണ്ട് വാതിലുകൾക്കിടയിലുള്ള സ്ഥലമല്ല, ആ കട്ടലകൾക്കിടയിലുള്ളത്. അപ്പൊ അത്ര വാതിലിന്റെ വിശാലത നോക്കിയാൽ മതി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 40 വർഷത്തെ വഴിദൂരമാണെന്ന് നബിയിന റസൂലുള്ളാഹി. മെമ്പറെ കേക്ക്, ഇതിനകത്തുള്ള സ്ഥലം എത്ര, രണ്ട് കട്ടളകൾ, രണ്ട് സൈഡിലിരിക്കുന്ന രണ്ട് കട്ടളകൾക്കിടയിലുള്ള ദൂരം 40 വർഷത്തെ വഴിദൂരം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു കടക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് എത്ര കവാടമുണ്ട്? എത്ര? 8 കവാടം. സ്വർഗത്തിന്റെ മധ്യ കവാടം ഏതാ? കുറെ കാലം കൊണ്ട് വഴുത് വെക്കാം, പറ. സ്വർഗത്തിന്റെ മധ്യവാതിലേതാ? പറയടാ ചങ്ങായിമാരെ, ആരടാ? വല്ല ഗെയിമിനെ കുളിച്ച് പോയിക്കും ഉസ്താദെ, എപ്പ പറഞ്ഞുതരാ. സ്വർഗത്തിന്റെ മധ്യ കവാടം ഏതാ? ആരാ മനുഷ്യ? വാപ്പയാണെന്ന് നബിയിന റസൂലുള്ളാഹി. ഉമ്മാടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, പക്ഷെ വാതിലിൽ കൂടല്ലേ കയറാൻ പറ്റൂ. ഉമ്മാടെ കാൽച്ചുവട്ടിലാ ഉമ്മയുടെ പൊരുത്തമുണ്ടെങ്കിലേ സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂ.
പക്ഷെ കവാടം വേണ്ട, വാതിലിൽ കൂടെ അല്ലേ കയറാൻ പറ്റൂ. അപ്പൊ വീടിന്റെ മധ്യവാതിലാരാ? അത് വാപ്പയാ. അപ്പൊ വാപ്പാടെ പൊരുത്തവും വേണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ കവാടത്തിനും പ്രത്യേകം പേരുകളുമുണ്ട്. അതിനകത്തുകൂടെ കടക്കുന്ന ആൾക്കാരുമുണ്ട്. പ്രവേശനത്തിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഇന്നാക്ക്, ഇത് സ്ത്രീ, ഇത് പുരുഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? ബസ്സിനകത്ത് കയറിയ വികലാംഗന സീറ്റ്, വൃദ്ധന്മാർക്ക്, മുതിർന്ന പൗരന്, കണ്ടക്ടറിന്, ഇല്ലേ, സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് എന്ന് പറയണ പോലെ സ്വർഗത്തിന് പ്രത്യേക കവാടങ്ങളുണ്ട്. നമസ്കാരക്കാർക്ക് ബാബു സ്വലാത്ത്, നമസ്കരിക്കുന്നവർക്ക് കടന്നു പോകാൻ ബാബു സ്വലാത്ത്, നോമ്പുകാരന് കടന്നു പോകാൻ ബാബു റയ്യാൻ, ജിഹാദ് ചെയ്യുന്നവർക്ക് ബാബുൽ ജിഹാദ്, സദക്ക ചെയ്യുന്നവർക്ക് ബാബു സദക്ക എന്നിങ്ങനെ ചില പേരുകൾ തന്നെ വാതിലുകൾക്കുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. അതിലെ ഒരു വാതിൽ റയ്യാൻ എന്നറിയപ്പെടും. അതിലൂടെ നോമ്പുകാരനല്ലാതെ പ്രവേശിക്കുകയില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. മറ്റൊരു ഹദീസ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും 2 ഇണകളെ ചെലവഴിച്ചാൽ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ അവനെ വിളിക്കപ്പെടുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ സ്വർഗത്തിന്റെ കവാടങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചത്. ഇനി പറയാൻ പോകുന്നത്, എന്നാൽ സ്വർഗത്തിന്റെ ഓരോ കവാടത്തിലും എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഇന്നാക്ക്, ഇത് ഇന്നാക്ക്, ഇത് നിസ്കരിച്ചവന്, ഇത് ഖുർആൻ ഓതിയത്, ഇത് ജിഹാദ് ചെയ്തവന്, ഇത് സദക്ക കൊടുത്തത്, ഇത് നോമ്പ് പിടിച്ചവന്, ഇത് മാതാപിതാക്കളെ സ്നേഹിച്ചവന്, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ 8 കവാടങ്ങളും ഒരാൾ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ 8 കവാടങ്ങളും മാടി വിളിക്കുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, സ്വർഗത്തിന്റെ മുന്നിൽ ഒരാൾ ഇങ്ങനെ ചെല്ലുമ്പോ സ്വർഗത്തിന്റെ 8 വാതിലും തുറന്നിട്ടിട്ട് വിളിക്കണം, സിറാജ് ഇതിലേവാ, ഇതിലേവാ, ഇതിലേവാ. നമ്മള് ചില കടയുടെ ഫ്രണ്ടിൽ പോകുമ്പോഴത്തേക്ക് ഒരുപാട് കച്ചവടക്കാരുടെ അടുത്ത് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വിളിക്കാറില്ല. നമ്മളെ പച്ചക്കറി വിളിക്കണില്ല. എല്ലാം കൂടെ 8 വാതിലും വിളിക്കുക, ഇങ്ങോട്ട് വാ. 8 കവാടവും വിളിക്കുന്ന, നീ എന്നിലൂടെ കയറിപ്പോ, നീ എന്നിലൂടെ കടന്നുപോ എന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ 8 കവാടവും മാടി വിളിക്കുന്ന ചില ആൾക്കാരുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പെട്ടൂടെ ഇൻഷാ അല്ലാഹ്, സമയമുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഇത് പഠിച്ചിട്ട് നാളെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കഥ പഠിക്കാനുള്ളതാ. അതുകൊണ്ട് ഇന്ന് ഇത് പറഞ്ഞു തീർക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആരെയാ വിളിക്കപ്പെട്ട? സലാത്ത് പറ, സ്വല്ലല്ലാഹു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 8 കവാടങ്ങളുടെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എല്ലാ കവാടങ്ങളുടെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ഒരു മഹാന്മാരുണ്ട്. എല്ലാ സ്വർഗത്തിലെ 8 കവാടങ്ങളും മാടി വിളിക്കുന്ന ചില മഹാന്മാരുണ്ട്. അതിലെ ഒരു മനുഷ്യനാരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ എന്ന് മുത്തുനബി പരിചയപ്പെടുത്തി അല്ലാഹുവിന്റെ റസൂലിനെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കൊണ്ടു നടന്ന മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും വിളിക്കുന്ന അബൂബക്കറെ, എന്നിലൂടെ കടന്നു പൊക്കോ, എന്നിലൂടെ കടന്നു പൊക്കോ എന്ന് വിളിക്കുന്ന മഹാന്മാരിൽപ്പെട്ട ഒരാളാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ,
സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന വ്യക്തിക്ക് എല്ലാ കവാടങ്ങളുടെയും വിളിക്കപ്പെടണമെന്ന് യാതൊരു ആവശ്യവുമില്ലല്ലോ നബിയേ. എല്ലാ കവാടങ്ങളും വിളിക്കണമെന്നില്ലല്ലോ. ഏതെങ്കിലും ഒന്നിലൂടെ വിളിക്കപ്പെട്ടാൽ തന്നെ മതിയാകുമല്ലോ. എന്തിനാ നബിയേ ആ സ്വർഗത്തിന്റെ 8 കവാടവും വിളിക്കണമെന്നില്ലല്ലോ. ഏതെങ്കിലും ഒരെണ്ണം വിളിച്ചാൽ തന്നെ രക്ഷപ്പെട്ടില്ലേ നബിയേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്. ആ സമയത്താണ് പ്രവാചകൻ പറയുന്നത്, വല്ലവരും അതിലെ എല്ലാ കവാടങ്ങളും വിളിക്കപ്പെടുമോ? ആരെയെങ്കിലും അങ്ങനെ വിളിക്കുമോ നബിയേ? സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ കയറിയാൽ തന്നെ രക്ഷപ്പെടുമല്ലോ. പിന്നെ 8 കവാടങ്ങളും മാടി വിളിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, താങ്കൾ അവരിൽ പെട്ടവനാണ് അബൂബക്കറേ. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മാടി വിളിക്കുന്ന മഹാനാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, സ്വർഗത്തിലെ 8 കവാടങ്ങളെയും ക്ഷണിക്കപ്പെടുവാൻ അർഹത ലഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മാടി വിളിക്കുന്ന മനുഷ്യനാകാൻ അത് എല്ലാവർക്കും കഴിയണമെന്നില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ്. ഉസ്താദേ, അബൂബക്കർ തങ്ങളെ പോലെയല്ലല്ലോ, ഞങ്ങൾ പാവപ്പെട്ടവരാണല്ലോ. അബൂബക്കർ തങ്ങളുടെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ച് ലോകത്തുള്ള സർവരുടെയും ഈമാൻ എടുത്തു മറ്റേ ത്രാസിൽ വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനിന്റെ മുന്നിൽ ഞങ്ങൾ തോറ്റുപോകുമല്ലോ എന്ന് പറയുന്ന മുസ്ലിമേ, നീയും സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അടിപിടിക്കുന്ന മനുഷ്യനാകണോ? എന്നിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും വിളിക്കുന്നവനാകണോ? അല്ലാഹുവിന്റെ റസൂൽ ചില നന്മകൾ പറഞ്ഞു തരികയാ. നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന, നീ നിസാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ചില നന്മകളുണ്ട്. ഈ പറയുന്ന നന്മകൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു കഴിഞ്ഞാ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവേ, കഷ്ടപ്പാടില്ല, ദുരിതങ്ങളില്ല, ദുഃഖങ്ങളില്ല, വേദനകളില്ല, രോഗങ്ങളില്ല, പ്രയാസങ്ങളില്ല, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ആസ്വദിച്ച് നടക്കാൻ കഴിയുന്ന ആ പുണ്യം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ 8 കവാടങ്ങളുണ്ടല്ലോ. ആ 8 കവാടങ്ങളും ആടി വിളിക്കുന്ന മനുഷ്യനാകണോ? റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, ഈ നന്മകൾ ചെയ്താൽ, ഈ പറയുന്ന സൽക്കർമ്മം ചെയ്താൽ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ 8 കവാടവും നിന്നെ മാടി വിളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും നിന്നെ മാടി വിളിക്കും, എന്നിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞു. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒന്നാമത്തെ വിഭാഗമാരാ? ചില എളുപ്പ വഴി പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കൂടെ ഉറക്കം വരുന്നുണ്ടോ? നിങ്ങളെ ഇരുത്തം കണ്ടപ്പോൾ എനിക്ക് എന്നെ സങ്കടം തോന്നുന്നു. ഉറക്കം വരുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് നേരെ ഇരിക്കും. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒന്ന് ചെയ്യുമല്ലോ, ഒന്ന് എഴുന്നേറ്റ് എഴുന്നേക്ക്. അൽഹംദുലില്ലാഹ്. സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും സുഖങ്ങളൊക്കെ തന്നെ അല്ലേ? ആണോ അല്ലേ? ആണെന്നാ പറയണ്ടല്ലേ? സുഖമാണോ? അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് 2 മിനിറ്റ് അവിടെ നിൽക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഇവിടെ ഷാജിയണ്ണൻ്റെ ഫോൺ വിളി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഷാദ ചെയ്യൂലേ? وعن عمر بن الخطاب رضي الله تعالى عنه أن النبي صلى الله عليه وسلم قال ما منكم من أحد يتوضأ فيبلغ أو يسبع الوضوء
ثم قال أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും എന്നിലൂടെ കടന്നു പൊക്കോ എന്ന് പറഞ്ഞു മാടി വിളിക്കുന്നവനിൽ നിനക്ക് പെടണോ? ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു ദുആ ചെയ്യണേ. ഒരു ദുആ ചെയ്താ സ്വർഗ്ഗത്തിന്റെ 8 കവാടവും നിന്നെ മാടി വിളിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ദുആ ചെയ്താൽ സ്വർഗ്ഗത്തിന്റെ 8 കവാടവും നിന്നെ ഇങ്ങനെ വിളിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? ഏത് ദുആയാ? ഒളുവെടുത്തിട്ടൊരു ദുആ ചെയ്യും. ഒളുവെടുത്തിട്ട് അങ്ങനെ ദുആ ഉണ്ടോ? ഒളുവെടുത്തതിന് ശേഷം ഒരു ദുആ ഉണ്ടോ? എങ്ങനാ ദുആ? പോയി ഇരുന്നോളി, നിന്ന് ബുദ്ധിമുട്ടായിരിക്കും. ബാങ്ക് വിളിച്ചതിന് ശേഷം ദുആവുണ്ട് അല്ലേ? എല്ലാത്തിനും ദുആയുണ്ട്. വുളു എടുത്തതിന് ശേഷമുള്ള ദുആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്ന അസ്സമാനിയത യദ്ഖുലു മിൻ അയ്യിഹാ അയ്യു ശൈഇൻ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വുളുവെടുത്തതിന് ശേഷമുള്ള പ്രാർത്ഥന, വുളുവെടുത്തതിന് ശേഷമുള്ള ദുആ ചെയ്യുന്ന മനുഷ്യനെ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും വിളിക്കും. നിങ്ങളിൽ ഒരാൾ ഞാൻ വുളു ചെയ്തതുപോലെ വുളു ചെയ്യുകയും വുളു ചെയ്ത് നന്നായി രീതിയിൽ ചെയ്യുകയും അതിൽ നിന്ന് വിരമിച്ച ശേഷം ഇപ്രകാരം ഒരാൾ പറഞ്ഞാൽ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും. ആ മനുഷ്യനെ മാടി വിളിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ വുളുവിൻ്റെ ദുആ എന്താന്ന് എല്ലാവരും ഒന്ന് പഠിച്ചോണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താണ് ദുആ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എളുപ്പമാണ്. ശരി തന്നെ, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എളുപ്പമാണ് അല്ലേ? ഇങ്ങനെ ഒറ്റക്കൊറ്റയ്ക്ക് പറഞ്ഞു നോക്കിയേ. ഞാനൊരാളോട് ചോദിച്ചു, അത്തഹിയ്യാത്ത് എങ്ങനെയാണ്? അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ കൂടെ പറയുന്നുണ്ട്, ഒറ്റയ്ക്കെന്ന് പറയാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോകുന്നു. തന്നെ നമ്മുടെ അവസ്ഥ ഇതാ സഹോദരങ്ങളെ. നമ്മൾ ഇങ്ങനെ പഠിക്കേണ്ട ദുആ ഇതാ. നിസ്സാരം വുളുവെടുത്തിട്ട് ആരാ ദുആ ചെയ്യണേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വുളുവെടുത്തിട്ട് എത്ര പേര് ദുആ ചെയ്യും? സ്വന്തം ചിന്തിച്ചു നോക്കിയേ. വുളുവെടുത്തിട്ട് ഓടുക, കാരണം ഇക്കാമത്ത് കൊടുക്കുമ്പോഴാണ് വന്നേ. ഇമാം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക, അപ്പോഴാ പഠിച്ചവനെ ഓടി വന്ന് വുളുവെടുത്തിട്ട് ഓടി വന്ന് കെട്ടാനോ നോക്കണം. ഇപ്പൊ പിന്നെ മുസല്ലയും കൂടെ തപ്പണം. അതാ മറ്റൊരു വിഷയം. സാമൂഹിക അകലം പാലിക്കണം. ഈ ധൃതിയിൽ ആരപ്പോ ദുആ ചെയ്യാ? അപ്പോൾ അവിടെ പലരും മറന്നുപോകും. എന്നാൽ ചിലരൊക്കെ വുളുവെടുത്തിട്ട് ഖിബലയുടെ നേരെ നിന്ന് 2 കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്യാറുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു മനുഷ്യൻ വുളു ചെയ്തതിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലിയാൽ അവന് സ്വർഗ്ഗത്തിന്റെ 8 കവാടവും തുറന്നിട്ടിട്ട് വിളിക്കും, വാ മോനെ ഇതിലേ തന്നെ നീ കയറിപ്പൊക്കോ എന്ന് വിളിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ എവിടെ കേട്ട ഓർമ്മയുണ്ടല്ലേ? അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. അങ്ങനെയാണെങ്കിലും പല പല ഹദീസുകൾ, ഇതൊക്കെ പല പല ഹദീസുകളാണ്. എങ്കിലും അൽഹംദുലില്ലാഹ് മുസ്ലിമിലെ ഹദീസുണ്ട്, തിർമിദിയിലെ ഹദീസുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ സാധാരണ പഠിച്ചിരിക്കണം. വുളുവിന്റെ ദുആ, വുളുവിന്റെ ദുആ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമാക്ക്, അവനെ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും വിളിക്കും. അബൂബക്കർ തങ്ങൾ വിളിച്ചു കയറി പോകുന്നത് പോലെ നമുക്കും പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും വുളു ചെയ്യുകയും അത് ഏറ്റവും കൃത്യമായി ചെയ്യുക. വുളുവിന്റെ ഒരു മഹത്വം സത്യം പറഞ്ഞാൽ 2 ദിവസം ഒരു ഹദീസ്, 2-3 ദിവസമായി ഞാനൊരു ഹദീസ് വായിച്ചു. സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ വുളു എടുക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വുളു എടുക്കുമ്പോൾ ആ ഫീലിംഗ് ഉണ്ട്. ഇനി അടുത്ത് 2 ദിവസം മുമ്പ് ക്ലാസ്സിൽ ഒരു ഹദീസ് ഇങ്ങനെ വായിച്ചു. അതിനകത്ത് പറയുക,
ഒരാൾ ഒളിവെടുക്കുന്നതിന് വേണ്ടി കൈ കഴുകുമ്പോൾ ആ കയ്യിൽ നിന്ന് ഒന്നാമത്തെ തുള്ളി വെള്ളം താഴെ വീഴുമ്പോൾ തന്നെ ആ കൈ കൊണ്ട് ചെയ്ത പാപം പൊറുക്കും. മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, നാവ് കൊണ്ട് പറഞ്ഞത്, മുഖം കഴുകുമ്പോൾ കൈമുട്ടുൾപ്പെടെ കാലുമുട്ടുൾപ്പെടെ കഴുകുമ്പോൾ പടച്ചവന് ഒരൊറ്റ ഒതു. നമ്മൾ ഒതുവെടുക്കുമ്പോൾ ധൃതി വേണ്ട. സത്യം പറഞ്ഞാൽ ചിന്തിച്ചാൽ മതി, ഒരു തുള്ളി വെള്ളം താഴെ വീഴുമ്പോൾ തന്നെ ആ അവയവം കൊണ്ട് ചെയ്ത പാപം അള്ളപ്പോൾ ഈ ഹദീസിന്റെ അവസാനം പറയുന്നു, അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹുവിനെ ശുദ്ധീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. ഒരു വുളൂഇന്റെ ശ്രേഷ്ഠതയാണ്. ഒരു വുളൂ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം. സത്യം പറഞ്ഞാൽ നിങ്ങൾ വുളൂവെടുക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഖിലാസോടെ ഇപ്പൊ വുളൂവെടുക്കും എനിക്ക് ആ ഓർമ്മ വരും, പാവങ്ങളല്ലേ പുറത്തു കളയാ. അൽഹംദുലില്ലാഹ്, മരിച്ചാൽ സ്വർഗം കിട്ടുമല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ ദുആ നിങ്ങൾ നിത്യമാക്കുക. ആ നിത്യമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും കടന്നു പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അൻ ഉത്ബത്ത് ഇബ്നു അബ്ദ് സുല്ലമി റളിയല്ലാഹു തആല അൻഹു സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ മിൻ മുസ്ലിമിൻ യമൂതു ലഹു സലാസത്തുൻ മിൻ വലദിൻ ലം യബ്ലുഗുൽ ഹിൻസാ ഇല്ലാ തലഖൗ മിൻ അബ്വാബിൽ ജന്നാ الثمانية من أيها شاء دخلا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾ മരണപ്പെട്ടാൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ, പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾ മരണപ്പെട്ടാൽ ആ കുട്ടികളുടെ മാതാപിതാക്കൾ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ 8 കവാടവും വിളിക്കും, നിങ്ങൾ ഇതിലേക്ക് കയറിവാ എന്ന് പറഞ്ഞ് വിളിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കൊരു തലവേദന വന്ന് നമുക്ക് പറ്റുമോ? നമ്മുടെ മക്കൾക്കൊരു പനി വന്ന, നമ്മുടെ മക്കളൊക്കെ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് കരഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? 3 എണ്ണം, അതും പ്രായപൂർത്തിയാകാത്ത മക്കൾ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ അടുത്ത് വലിയ സംഭവം നമ്മളൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. ഒരു കാസർഗോഡ് എവിടെ ഒരു കുട്ടിയുടെ തൊണ്ടയിൽ ഒരു വണ്ട് കുരുങ്ങിയിട്ട് മരണപ്പെട്ടു. തിരുവനന്തപുരത്ത് മിച്ചർ തിന്നിട്ട് പോയത്, മിച്ചർ തിന്നിട്ട്. 2 ദിവസം മുമ്പ് ഒരു സഹോദരൻ ഭയങ്കര കരച്ചല്, കുറ്റിപ്പുറത്ത് പുഴയിൽ മുങ്ങി മരിച്ചു. 3 മോൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. എടുത്തിപ്പോൾ 2-3 ദിവസമേ ആയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് ചിന്തിച്ചു നോക്കി, എന്തൊരു വേദനയാണ്. അപ്പം 1 അല്ല 2 അല്ല 3 എണ്ണം, അതും പ്രായപൂർത്തിയാകാത്ത 3 മക്കൾ. ഈ അടുത്ത് മാങ്ങ എടുക്കാൻ പോയ 3 എണ്ണം ഒറ്റയടിക്ക് വെള്ളത്തിൽ, 3 മക്കളും. ചിന്തിച്ചു നോക്കി, 3 മക്കൾ വെള്ളത്തിലും. അതുപോലെ തന്നെ ഇതുപോലൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടു പോകുന്നു. അപ്പൊ അവർക്ക് അള്ളാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം സ്വർഗമാണ്. എപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ സൈനും നമ്മുടെ പള്ളിക്കൊക്കെ വേണ്ടി ഒരുപാട് ഇവിടെ കണ്ട ഒരു വീട്ടിൽ പോകുമ്പോൾ ഒരു കുടുംബത്തിൽ 3 പേരെങ്ങാണ്ട് മരണപ്പെട്ടു, ഒറ്റയടിക്ക് പോയി. 2 പേരോ 3 പേരോ ആകെ ഉണ്ടായിരുന്ന 3 പോയി. 2 ആണുങ്ങളും 1 പെൺകുട്ടി, 3 പേര്. ആ വീട്ടിൽ ദുആ ചെയ്യാൻ പോയി. പടച്ചോനെ, വാപ്പ ഗൾഫിലായിരുന്നു, നാട്ടിലേക്ക് വന്നു. അപ്പം ഇങ്ങനെ പോയി അവസാനം ചോദിക്കുക, ഇനി ഞങ്ങൾ ആർക്ക് വേണ്ടിയേ ജീവിക്കണ്ടേ? വാപ്പയും ഉമ്മയും മാത്രം ആ വീട്ടിൽ. 3 എണ്ണം ഒറ്റയടിക്ക് പോയി. അതുപോലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാ. ഒരാളെ രക്ഷിക്കാൻ നോക്കി, അടുത്ത ആൾ പോയി തന്നെ. വലിയ വേദനയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതിൻ്റെ വേദന ആർക്കും അറിയില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ മുത്തുനബിയുടെ മസ്ജിദ് നബവിയിൽ ഒരു വാപ്പയും മകനും എപ്പോഴും വരും. വലിയ വാപ്പ പള്ളിയിൽ വരുമ്പോൾ മോനെയും കൊണ്ടുവരാറുണ്ട്. ആ മകനെ കാണുന്നില്ല. ആ മകനെ കാണാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, കേട്ടോ മോനെന്തേ? മോനെ, എൻ്റെ മോൻ മരിച്ചുപോയി നബിയെ. ആ സമയത്ത് പ്രവാചകൻ സഹാബിയോട് പറഞ്ഞു, നീ ക്ഷമിക്ക്, സ്വർഗമുണ്ട്, അവൻ സ്വർഗത്തിന്റെ മുന്നിൽ നിങ്ങളെ കാത്തു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെറുപ്പത്തിലൊക്കെ കൊച്ചുമക്കൾ മരിച്ചുപോയാൽ ആ മക്കളുണ്ടാകും സ്വർഗത്തിന്റെ മുന്നിൽ.
ഒരു സഹോദരി വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ, ഞാൻ 3 മക്കളെ പ്രസവിച്ചു, 3 മരിച്ചുപോയി. ഒന്ന് 7 മാസത്തിൽ, ഒന്ന് 3 മാസത്തിൽ, ഒന്ന് 7 മാസത്തിൽ, ഒരെണ്ണം പ്രസവിച്ച ഉടനെ അങ്ങനെ 3 മക്കളും പോയി. ഉസ്താദെ, ഞാൻ 4ാമത് ഗർഭിണിയാണ്, എനിക്കിതിനെയെങ്കിലും വേണം, എനിക്കിതിനെയെങ്കിലും അല്ലാഹ് തരണം. 3 എണ്ണം പോയി. ഈ വേദനയും ത്യാഗങ്ങളും സഹിക്കുന്നത് വലുതാ. അള്ളാഹു ആ സഹോദരിക്ക് സ്വാലിഹായ ഒരു സന്താനത്തിന് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, പടച്ചവനെ, 3 മക്കളും മരിച്ചുപോയ ആ പാപം, അള്ളാഹുവെ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്നാ. നീ കൈവിടല്ല പടച്ചവനെ, നീ കൈവിടല്ല റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ആ ഉമ്മ കരഞ്ഞപ്പോ ഒക്കെ ഫോണ് സ്പീക്കറിൽ അത്രയും സങ്കടം തോന്നി. ഓരോ മാതാപിതാക്കൾ ഈ മക്കളൊക്കെ ബൈക്ക് കൊടുത്തിട്ട് പായ, കാരണം ഇപ്പൊ എല്ലാം ഗെയിമാണല്ലോ. ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ റോഡേ പോകുന്നവനെ ഇടിച്ചു മറിച്ച്, ഗെയിമിനകത്ത് അങ്ങനെ സ്പീഡിൽ പോയി ഇടിച്ചു മറിച്ച്, കാറൊക്കെ ഇടിച്ചു മറിച്ച്, ഇതൊക്കെ ഈ ശീലമായി. കുട്ടികളത് ബൈക്ക് എടുത്തിട്ട് പായ, ഒന്നും നോക്കണില്ല, അവനങ്ങ് പോകും. പക്ഷേ അവന്റെ മാതാപിതാക്കളുടെ വേദന, അല്ലാഹു അലം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾ മരണപ്പെട്ടാൽ ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സ്വർഗമുണ്ട്. സ്വർഗത്തിന്റെ 8 കവാടവും അവരെ കാണുമ്പോൾ വിളിക്കും. ഏതിലൂടെ വേണമെങ്കിലും കടന്നു പോകാമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ 3ാമതായി പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവർ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ആ ബാങ്ക് വിളിക്ക് ഉത്തരം നൽകുന്നവർ, പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്നവർ, ആ നിസ്കരിക്കുന്നവർ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ സ്വർഗത്തിന്റെ കവാടങ്ങൾ മാടി വിളിക്കുകയാണ്, എന്നിലൂടെ കടന്നു പോ മനുഷ്യ, എന്നിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞ് അല്ലാഹുവേ, 5 നേരം നിസ്കരിക്കുന്നവൻ നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ 8 കവാടങ്ങളും തുറന്നിട്ട് കൊണ്ട് ക്ഷണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തെ കുറിച്ച് ഒരുപാട് പഠിച്ചവരാണ്, നിസ്കാരത്തെക്കുറിച്ച് ഒരുപാട് പഠിച്ചവരാണ്. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. 4ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കടന്നു പോകുന്ന സ്വർഗമുണ്ടല്ലോ, ആ 8 കവാടങ്ങളും മാടി വിളിക്കുന്ന 4ാമത്തെ പെണ്ണാരെന്നറിയുമോ? 4ാമത്തെ വിഭാഗം ഒരു പെണ്ണാ. അവൾ ആരെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാ. അല്ലാഹുവേ, തനിക്ക് മഹർ തന്ന വിവാഹം കഴിച്ച തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ആ പ്രിയപ്പെട്ട ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന പെണ്ണ്, ആ ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണ്, ആ ഭർത്താവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്ന പെണ്ണ്, ആ സ്വാലിഹത്തായ പെണ്ണിനെ നാളെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മാടി വിളിക്കുകയാണ്, എന്നിലൂടെ കടന്നു പൊക്കോ, എന്നിലൂടെ കടന്നു പൊക്കോ. നിസ്കാരത്തിന്റെ വാതില് വിളിക്കുന്നു, ജിഹാദിന്റെ വാതില് വിളിക്കുന്നു, സദഖ കൊടുത്തവന്റെ വാതില് വിളിക്കുന്നു, നോമ്പുകാരന്റെ വാതില് വിളിക്കുന്നു. പടച്ചവനെ, എല്ലാ കവാടങ്ങളും വിളിക്കുന്ന പെണ്ണ്, ഭർത്താവിനെ സ്നേഹിച്ച പെണ്ണ്, ഭർത്താവിനെ വഴിപ്പെട്ട പെണ്ണ്, ഭർത്താവിനെ വേദനിപ്പിക്കാത്ത പെണ്ണ്, ഭർത്താവ് പറയുന്നതനുസരിച്ച പെണ്ണ്, നീ ഏത് വാതിലിലൂടെ വേണമെങ്കിലും കടന്നു പൊക്കോ എന്ന് സ്വർഗം മാടി വിളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.